അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വിപ്ലവകാരി ജോൺ ബ്രിട്ടാസ് സഖാക്കളുടെ മുമ്പിൽ ഇപ്പോൾ പൂർണ്ണ ശോഭയോടെ നിൽക്കുകയാണ്. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി, ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. പാറ്റാകളുടെ സമരം വിജയിപ്പിച്ച ബ്രിട്ടാസിന് പക്ഷേ പാറ്റാക്കാട്ടത്തിന്റെ വില പോലും കൊടുത്തില്ലല്ലോ. ഇയാളെന്താ ഒരുമാതിരി മുള്ളു വെച്ച പോലെ വർത്താനം പറയുന്നത്? നിങ്ങളുടെ സ്വന്തം കമ്മി സ്റ്റാർ വിനായകൻ. ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. വിനായകൻ പറയുകയാണ്, യുവതി യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയുമെടുത്ത് കുടുംബം പോറ്റടാ എന്ന്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഈ വിനായകനെയാണ് CPM ഇത്രയും കാലം അരുമയോടെ പൊക്കിക്കൊണ്ട് നടന്നത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. വിനായകൻ ബാൽക്കണിയിൽ നിന്നും മുണ്ട് പൊക്കി കാണിക്കുമ്പോൾ സഖാക്കൾ പറയും അത് ഉദാത്തമായ കലയാണെന്ന്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കയറി തെറി വിളിച്ചപ്പോൾ അന്ന് സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹം ഒരു നടനാണ്, അഭിനയമാണെന്നാണ്. LDF ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ് വിനായകൻ വോട്ട് ചെയ്ത് ഇറങ്ങി വന്ന ശേഷം പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അത് ശരിയാണെന്ന് തൂഫാൻ റെയ്ഡിലൂടെ ആഭ്യന്തര വകുപ്പ് കാണിച്ചു കൊടുത്തു. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. തൂഫാൻ ആഞ്ഞടിക്കാൻ തുടങ്ങിയതോടെ മറ്റേ സാധനങ്ങളുടെയൊക്കെ ലഭ്യത നാട്ടിൽ കുറയുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. കച്ചവടക്കാരൊക്കെ ഭയന്ന മട്ടാണ്. ഇതുകൊണ്ടാണ് വിനായകൻ മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയത് LDF ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന്. അത്രമാത്രം പ്രതീക്ഷയിൽ ജീവിച്ച വിനായകന്റെ സ്വപ്നങ്ങൾക്കുമേൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഏൽപ്പിച്ച പ്രഹരം ചില്ലറയൊന്നുമല്ല. അതിന്റെ ദേഷ്യമാണ് വിനായകനുള്ളത്. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. എന്താണ് തമാശയാക്കാണ്? അല്ല, തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ആള് ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.